എല്ലാവർക്കും നമസ്കാരം. ഷെഫ് ജോജി ബിയോണ്ട് ദ പ്ലേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ അടുക്കളകളിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ചർച്ചകളിലേക്ക് കടന്നുപോയ ഒരു സുഗന്ധവ്യഞ്ജനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മഞ്ഞൾ, ലിക്വിഡ് ഗോൾഡ് എന്നാണ് മഞ്ഞളിനെ പറ്റി പറയുന്നത്. സ്വർണ്ണ സുഗന്ധവ്യഞ്ജനം എന്നും അറിയപ്പെടുന്ന മഞ്ഞൾ 4000 വർഷത്തിലേറെയായി ഇന്ത്യയിൽ ഉപയോഗിച്ചു വരുന്നു. ഇന്ത്യയിലെ വേദകാലഘട്ടം മുതൽക്കേ മഞ്ഞൾ ഉപയോഗത്തിലുണ്ടായിരുന്നു. ഇവിടെ അത് പാചകത്തിലും ആചാരങ്ങളിലും സുഗന്ധവ്യഞ്ജനമായും ഉപയോഗിച്ചിരുന്നു. നൂറ്റാണ്ടുകളായി ഇന്ത്യൻ പാചക രീതിയിലും ആയുർവേദത്തിലും മറ്റ് പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികളിലും ഇത് ഉപയോഗിച്ചു വരുന്നു. മഞ്ഞൾ AD 700 ചൈനയിലേക്കും AD 800 കിഴക്കൻ ആഫ്രിക്കയിലേക്കും AD 1200 പശ്ചിമ ആഫ്രിക്കയിലേക്കും വ്യാപിച്ചു. 13ാം നൂറ്റാണ്ടിൽ മാർക്കോ പോളോ മഞ്ഞളിനെ കുങ്കുമപ്പൂവിന് സമാനമായ ഗുണങ്ങളുള്ളതാണ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഭക്ഷണത്തിനും ആചാരങ്ങൾക്കും മാത്രമല്ല, നിറങ്ങൾ നിർമ്മിക്കാനും മഞ്ഞൾ ഉപയോഗിച്ചിരുന്നു. പ്രത്യേകിച്ച് തുണിത്തരങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും ചായമായി മഞ്ഞൾ ഉപയോഗിച്ചിരുന്നു. ആയുർവേദത്തിൽ മഞ്ഞളിനെ പ്രകൃതിദത്ത രോഗശാന്തി എന്നാണ് വിളിക്കുന്നത്. അന്ന് ആളുകൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പോലെയുള്ള ശാസ്ത്രീയ പദങ്ങൾ അറിയില്ലായിരുന്നല്ലോ. പക്ഷെ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ വേഗത്തിൽ സുഖം പ്രാപിക്കുകയും ആരോഗ്യവാനായി ഇരിക്കുകയും സ്വാഭാവികമായി അണുബാധകളെ ചെറുക്കും എന്നൊക്കെ അവർക്ക് അറിയാമായിരുന്നു. എന്നാൽ ആധുനിക ശാസ്ത്രം മഞ്ഞളിൽ കുർക്കുമീൻ എന്ന ശക്തമായ ഒരു സംയുക്തം അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. മഞ്ഞളിന് തിളക്കമുള്ള സ്വർണ്ണ നിറം നൽകുന്നത് ഈ കുർക്കുമീനാണ്. മാത്രമല്ല, അതിന് വളരെ അത്ഭുതകരമായ രോഗശാന്തി ശക്തിയുമുണ്ട്. കുർക്കുമീൻ ഇൻഫ്ലമേഷനെതിരെ പോരാടുന്നു, നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, ഹൃദയത്തെ പോലും സംരക്ഷിക്കുന്നു. ക്യാൻസറിനെയും അൾഷിമേഴ്സിനെയും തടയാൻ കുർക്കുമീൻ സഹായിച്ചേക്കാമെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്ന് വായിച്ചു കേട്ടിട്ടുണ്ട്. ഇത്രയും പുരാതനമായ ഒരു ഔഷധം ഇപ്പോഴും അതിൻ്റെ കാലത്തിന് മുമ്പേ നിലനിൽക്കുന്നു എന്നത് അതിശയകരമല്ലേ? നമ്മളും നമ്മുടെ വീടുകളിൽ മഞ്ഞളിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? കറികളിലും അച്ചാറിലും ചേർക്കുന്നത് മുതൽ ജലദോഷം വരുമ്പോൾ ചൂടുള്ള പാലിൽ ചേർത്തും നമ്മൾ മഞ്ഞൾ കഴിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു ഗ്ലാസ്സിൽ പാകം ചെയ്ത പ്രകൃതിദത്ത ഔഷധമാണ്. ഇനി ആരോഗ്യപരമായ കാര്യത്തിൽ മാത്രമല്ല, മഞ്ഞൾ വിശുദ്ധിയുടെ പ്രതീകവുമായിട്ടാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് വിവാഹങ്ങളിലും ഉത്സവങ്ങളിലും ക്ഷേത്രാചാരങ്ങളിലും പോലും ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തെയും ആരോഗ്യത്തെയും പാരമ്പര്യങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന സുവർണ നൂലാണ് മഞ്ഞൾ. ഭക്ഷണത്തിൽ നാം മഞ്ഞൾ ചേർക്കുമ്പോൾ ഒരു രുചിയായിട്ടല്ല നാം ചേർക്കുന്നത്. പീസ് ഓഫ് ഹിസ്റ്ററിയാണ്, എ പീസ് ഓഫ് ഹീലിംഗ് ആണ്, എ പീസ് ഓഫ് ലവ് ആണ്. മഞ്ഞൾ വിശുദ്ധമാണ്. എന്നാൽ വിശുദ്ധമായി കണ്ട മഞ്ഞൾ പലപ്പോഴും വലിയ വിവാദങ്ങളിലും അകപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മഞ്ഞളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനവും ആശങ്കാജനകവുമായ സംഭവം പ്രധാനമായും ബംഗ്ലാദേശ്, ഇന്ത്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ ലെഡ് മലിനീകരണം മഞ്ഞളിൽ വ്യാപകമാണ് എന്നതാണ്. ഗുണനിലവാരം കുറഞ്ഞ മഞ്ഞളിൻ്റെ രൂപം മെച്ചപ്പെടുത്തുന്നതിനായി ലെഡ് ക്രോമേറ്റ് പിഗ്മെൻറ്റുകൾ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കുട്ടികൾക്കും ഗർഭിണികൾക്കും പൊതുജന ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതുമാണ് അത്. വളർച്ച മുതൽ ആന്തരിക അവയവങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത്. ഏറ്റവും നല്ലത് നമുക്കറിയാവുന്ന സ്ഥലങ്ങളിൽ പൊടിക്കുന്ന മഞ്ഞൾ വാങ്ങി ഉപയോഗിക്കുന്നതാണ്. വെറുതെ എന്തിനാണ് ആരോഗ്യം കളയുന്നത്? സോ അടുത്ത തവണ പാചകത്തിൽ ഒരു നുള്ളു മഞ്ഞൾ വിതറുമ്പോൾ ഓർക്കുക, നമ്മൾ ശരിക്കും വിലപ്പെട്ട ഒന്നാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ പൂർവികർ ലിക്വിഡ് ഗോൾഡ് എന്ന് വിളിച്ച ഒന്ന്. എന്നാൽ ഇതൊന്നുമല്ല, നമ്മുടെ സ്വന്തം മഞ്ഞളിനെ കുറേ പേർ അവകാശം പറഞ്ഞു വന്ന ഒരു കഥയുണ്ട്. ഒരു ഇന്ത്യൻ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. ആ സംഭവ ബഹുലമായ കഥ മുൻപ് ഒരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണുവാനായിട്ട് ശ്രമിക്കുക. ഇന്ന് മഞ്ഞളിൻ്റെ ഗോൾഡൻ സ്റ്റോറി കേട്ടതിന് നന്ദി. ഈ ചെറിയ ഭക്ഷണയാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഷെഫ് ജോജി ലൈക്ക് ചെയ്യുക, പങ്കിടുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ചിലപ്പോൾ ഏറ്റവും മികച്ച മരുന്ന് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട്. മറ്റൊരു രുചികരമായ കഥയുമായി ഉടൻ കാണാം. അതുവരെ ആരോഗ്യത്തോടു കൂടെ ഇരിക്കുക. എല്ലാവരും സന്തോഷത്തോടു കൂടെ ഇരിക്കട്ടെ.